1500 വർഷങ്ങൾക്ക് മുൻപ് രക്തസാക്ഷിത്വം വരിച്ച സെന്റ് അരിത്താസിനെയും അദ്ദേഹത്തിൻ്റെ സ്നേഹിതരെയും ഗൾഫ് നാടുകൾ അനുസ്മരിക്കുന്നു. ഈ വിശുദ്ധരെക്കുറിച്ചുള്ള പ്രാർത്ഥനകളും സഭ നിർദ്ദേശിക്കുന്ന മറ്റനുഷ്ഠാനങ്ങളും നിർവഹിക്കുന്നവർക്ക് പൂർണ്ണ ദണ്ഡവിമോചനമാണ് ഫ്രാൻസിസ് പാപ്പ പ്രഖ്യാപിച്ചിരിക്കുന്നത്. വിശുദ്ധ അരിത്താസിനെ കുറിച്ച് കുവൈറ്റിലെ കോ കത്തീഡ്രൽ പാരിഷ് വികാരി ഫാദർ ഡൊമിനിക് സാന്താമരിയ സൺഡേ ഷാലോമിനോട് പറഞ്ഞതിങ്ങനെയാണ്. So now I'm going to speak to you about Saint Aretas and the companions. അറേബ്യൻ ജനതയ്ക്ക് മറക്കാനാവാത്ത രക്തസാക്ഷികളായ വിശുദ്ധ അരിത്താസിനെയും കൂട്ടാളികളെയും കുറിച്ചാണ് ഞാനിന്ന് നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. തെക്കൻ അറേബ്യയിലെ മരുപ്പച്ച നഗരമായ നജ്റാനിലെ ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ തലവനും ഗവർണറുമായിരുന്നു വിശുദ്ധ അരിത്താസ്. AD 523 യഹൂദ രാജാവായ ദുനുവാസ് നജ്റാൻ ആക്രമിക്കുകയും ആ ആക്രമണത്തിൽ അരിത്താസും കൂട്ടാളികളും രക്തസാക്ഷിത്വം വരിക്കുകയുമാണ് ചെയ്തത്. നഗരത്തിൽ പ്രവേശിച്ച ദുനുവാസ് ക്രിസ്തുമതം ഉപേക്ഷിക്കുവാൻ വിസമ്മതിച്ചവരെയെല്ലാം കൊന്നൊടുക്കി. 427 വൈദികരെയും സമർപ്പിതരായ കന്യകമാരെയും ആളിക്കത്തുന്ന അഗ്നിമധ്യത്തിലേക്ക് വലിച്ചെറിഞ്ഞാണ് കൊലപ്പെടുത്തിയത്. ക്രിസ്തുവിനു വേണ്ടി ശക്തമായ പ്രതിരോധത്തിനും പ്രാർത്ഥനയ്ക്കുമാണ് സെന്റ് അരിത്താസ് ജീവന്റെ അവസാന ശ്വാസവും നിലയ്ക്കുവോളം ആഹ്വാനം ചെയ്തത്. ക്രിസ്തുവിന് വേണ്ടി മരിക്കുന്നതിലൂടെയാണ് നാം ക്രിസ്തുവിൽ ജീവിക്കുന്നതെന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അവരുടെയെല്ലാം ഹൃദയത്തിൽ ആഴത്തിൽ പതിഞ്ഞത് അങ്ങനെയാണ്. കുവൈറ്റിലെ കോ കത്തീഡ്രൽ, ബഹ്റിൻ കത്തീഡ്രൽ, അബുദാബിയിലെ കത്തീഡ്രൽ, ഖത്തറിലെ ദേവാലയം തുടങ്ങി ഗൾഫിലെ ഒട്ടുമിക്ക ദേവാലയങ്ങളിലും പൂർണ്ണ ദണ്ഡവിമോചനത്തിനുള്ള അവസരമുണ്ട്. നോർത്തേൺ വികാരിയത്തിലും സദേൺ വികാരിയത്തിലും ഇതിനുള്ള അവസരം ഒരുക്കിയതായി ഭാരവാഹികൾ അറിയിച്ചു. പൂർണ്ണ ദണ്ഡവിമോചനത്തെക്കുറിച്ച് സെന്റ് ജോസഫ് പ്രൊവിൻസിലെ ഫാദർ ആൻഡ്രിൻ ജോസഫ് കപ്പുച്ചിൻ്റെ പ്രതികരണം. നമുക്ക് ഈ വർഷം ഒരു അസാധാരണ ജൂബിലി വർഷമായിട്ട്, പ്രത്യേകിച്ച് ഒരു ദണ്ഡവിമോചനമായിട്ട് പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ദണ്ഡവിമോചനം എന്ന് പറയുമ്പോഴേക്കും സഭയുടെ ആദ്യത്തെ ഒരു ദണ്ഡവിമോചനമുണ്ട്. അത് പൊസിങ്കുല ദണ്ഡവിമോചനം എന്നാണ് അറിയപ്പെടുന്നത് തന്നെ. ഓഗസ്റ്റ് മാസം 2-ാം തീയതിയാണ് പൊസിങ്കുല ദണ്ഡവിമോചനം. അതിൻ്റെ ചരിത്രം എന്ന് പറയുമ്പോഴത്തേക്ക് വിശുദ്ധ ഫ്രാൻസിസ് അസീസി പൊസിങ്കുല ദേവാലയത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് മാതാവും ഒപ്പം തന്നെ മാലാഖമാരുടെ അകമ്പടിയോടെ വരികയും ഈ വിശുദ്ധൻ്റെ തീഷ്ണമായ പ്രാർത്ഥന കൊണ്ട് തന്നെ അദ്ദേഹത്തിന് കൊടുക്കുന്ന വലിയൊരു അനുഗ്രഹമാണ്. ആരൊക്കെ ഈ ദേവാലയത്തിലൊന്ന് പ്രാർത്ഥിക്കുന്നുവോ അവർക്കെല്ലാവർക്കും തന്നെയും പൂർണ്ണമായുള്ള ദണ്ഡവിമോചനം ലഭിക്കും എന്നുള്ളത്. അപ്പോൾ ദണ്ഡവിമോചനം എന്താണ് എന്ന് ചോദിക്കുമ്പോഴേക്കും നമുക്കത് വ്യക്തമായിട്ട് പറയാൻ വേണ്ടി സാധിക്കുന്ന കാര്യം ഇതാണ്. കുംഭസാരം എന്ന കൂദാശയിലൂടെ പാപങ്ങൾ പൂർണ്ണമായിട്ടും മോചിക്കപ്പെടുന്നുണ്ട്. എന്നാൽ ഈ പാപങ്ങൾ മോചിക്കപ്പെടുന്നു എങ്കിൽ തന്നെയും പാപക്കറകൾ പൂർണ്ണമായിട്ടും നിലനിൽക്കുകയാണ്. അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ പറയുന്നത് നിത്യശിക്ഷയുണ്ട്, കാലികമായുള്ള ശിക്ഷയുണ്ട്. അപ്പോൾ പാപങ്ങൾ മോചിക്കപ്പെടുന്നു എങ്കിലും ശുദ്ധീകരണ സ്ഥലത്ത് ചെല്ലുമ്പോഴേക്കും ഈ ദണ്ഡവിമോചനത്തിൻ്റെ ഫലമായിട്ട് അവരുടെ ശിക്ഷ പൂർണ്ണമായിട്ടും ഇളവ് ചെയ്യപ്പെടുന്നതായിട്ട് സഭ നമ്മെ പ്രത്യേകമായിട്ട് പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കാത്തലിക് ചർച്ചിനകത്ത് വളരെ വ്യക്തമായിട്ട് ദണ്ഡവിമോചനത്തെക്കുറിച്ച് പഠിപ്പിക്കുകയാണ്. കാരണം പാപം ചെയ്യുന്നു, കുമ്പസാരിക്കുന്നു, കുമ്പസാരത്തിലെ പാപങ്ങൾ മോചിക്കപ്പെടുന്നു എങ്കിൽ തന്നെയും ഈ പാപത്തിൻ്റെ കറകൾ പൂർണ്ണമായിട്ടും വിട്ടുമാറാൻ വേണ്ടി നമ്മൾ നിരന്തരമായിട്ട് പ്രാർത്ഥിക്കുക. ഉപവാസത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ, ദാനധർമ്മത്തിലൂടെ, നമ്മൾ പുണ്യപ്രവൃത്തിയിലൂടെയൊക്കെ ഇത് നമുക്ക് സാധ്യമാക്കാൻ വേണ്ടി പ്രത്യേകമായിട്ട് ആഗ്രഹിക്കുക. അപ്പം ഇതിനു വേണ്ടി ഭൂമിയിൽ അധികാരം നൽകാൻ വേണ്ടി ചുമതലപ്പെടുത്തിയിരിക്കുന്നത് സഭാ അധ്യക്ഷനായ നമ്മുടെ മാർപ്പാപ്പയെ തന്നെയാണത്. മാർപ്പാപ്പ ഓരോ കാലഘട്ടത്തിലും അതനുസരിച്ച് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്തുകൊണ്ട് അസാധാരണമായുള്ള ജൂബിലി വർഷം പ്രഖ്യാപിക്കുമ്പോഴേക്കും തന്നെ ഈ ഒരു ദണ്ഡവിമോചനത്തിന് വേണ്ടിയുള്ളൊരു ആഹ്വാനം കൂടി നടത്തുന്നുണ്ട്. കാരണം ഒന്നുകൂടെ വളരെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉദാഹരണ സഹിതം ഞാൻ പറഞ്ഞുതരാം. എന്താണ് ഈ ദണ്ഡവിമോചനം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു കുട്ടി പന്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്.
എന്നാൽ ഈ പന്ത് അറിഞ്ഞോ അറിയാതെയോ ജനലിൻ്റെ ഗ്ലാസ് ചെന്ന് അടിച്ച് ഗ്ലാസ് പൊട്ടിപ്പോവുകയാണ്. എന്നാൽ ഈ കുട്ടിക്ക് ഇത് പശ്ചാത്താപം തോന്നി, തെറ്റിനെക്കുറിച്ച് പശ്ചാത്താപം തോന്നിയാണ്. അവൻ അറിഞ്ഞാണോ അറിയാതെയാണോ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവൻ്റെ അച്ഛൻ്റെ അടുത്ത് നിന്ന് അപ്പൻ്റെ അടുത്ത് നിന്ന് പറയുന്നതാണ്, അപ്പോൾ ഞാനാണ് ആ ഗ്ലാസ് പൊട്ടിച്ചത്. അപ്പോൾ ഏറ്റുപറയുകയാണത്. അപ്പോൾ ഏറ്റുപറയുന്നതോടൊപ്പം തന്നെ അവിടെ ആ ഗ്ലാസ് പൊട്ടിച്ചതിൻ്റെ ഉത്തരവാദിത്വം അവൻ പൂർണ്ണമായിട്ടും ഏറ്റെടുക്കുന്നുണ്ട്. എന്നാൽ രണ്ടാമത് മറ്റൊരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഉത്തരവാദിത്വം ഏറ്റെടുത്താൽ മാത്രം പോരാ, എപ്പോഴൊക്കെ ഈ ഗ്ലാസ് കാണുന്നോ ആ സമയത്തെല്ലാം ഇവൻ്റെ മനസ്സിലേക്ക് ഒരു കുറ്റബോധം ഉണ്ടാവുകയാണ്. ആ കുറ്റബോധം എന്ന് പറയുമ്പോഴത്തേക്ക് ഞാനാണല്ലോ ഈ ഗ്ലാസ്, മനോഹരമായ ഗ്ലാസ് പൊട്ടിച്ചത്. അപ്പോൾ അതുകൊണ്ട് അവനൊരു പരിഹാരം ചെയ്യുന്ന കാര്യം ഇതാണ്, ഒരു ഗ്ലാസ് വാങ്ങിച്ചിടണം, വേറൊരു ഗ്ലാസ് വാങ്ങിച്ചിടണം, അവൻ്റെ കുറ്റബോധം മാറാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇവൻ്റെ കയ്യിലുള്ളത് കുറച്ച് പൈസ മാത്രമാണത്. എന്നാൽ ഈ കുറച്ച് പൈസ കൊണ്ട് ഗ്ലാസ് വാങ്ങിച്ചിടാൻ വേണ്ടി തികയത്തില്ല എന്നുള്ളത് കൊണ്ട് അവൻ എൻ്റെ അപ്പൻ്റെ എന്ന് പറയുകയാണ്. അപ്പം ബാക്കി പൈസ കൊടുത്തുകൊണ്ട് അപ്പൻ അവന് വേണ്ടി ആ ഗ്ലാസ് മാറ്റിയിടുകയാണ്. കാരണം മകന് എപ്പോഴൊക്കെ അത് കാണുമ്പോഴും അവൻ ചെയ്ത തെറ്റിനെക്കുറിച്ച് ഓർക്കാതിരിക്കാൻ വേണ്ടി, അത് എന്നേക്കുമായിട്ട് മായ്ക്കപ്പെടാൻ വേണ്ടി. ഇത് തന്നെയാണ് ഈ ദണ്ഡവിമോചനം എന്ന് പറയുമ്പോൾ. നമ്മൾ പാപം ചെയ്യുന്നു, എന്നാൽ പാപം ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ കരുണ കൊണ്ട് പൂർണ്ണമായിട്ടും അത് തുടച്ച് നീക്കപ്പെടുവാൻ വേണ്ടി ദൈവം അവിടുന്ന് ഒരുക്കുന്ന ഒരു പ്രത്യേകമായുള്ള ഒരു അനുഭവമാണ് ഈ ഒരു ദണ്ഡവിമോചനം എന്ന് പറയുമ്പോഴേക്കും. കാരണം എന്നേക്കുമായിട്ട് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നിന്ന് ആ പാപത്തിൻ്റെ കറകൾ പൂർണ്ണമായിട്ടും തുടച്ചു നീക്കപ്പെടുക. ഇതിനു വേണ്ടിയാണ് സഭ പ്രത്യേകമായിട്ട് ഇങ്ങനൊരു അസാധാരണ വർഷത്തിലൂടെ ദണ്ഡവിമോചനം പ്രഖ്യാപിക്കുന്നത്. ഇപ്പോൾ വിശുദ്ധ അരിത്താസിൻ്റെയും സഹചരന്മാരുടെയും ജൂബിലി ആഘോഷിക്കുന്ന ഈ വർഷത്തിൽ തന്നെ നമ്മൾ ഫ്രാൻസിസ് പാപ്പ പ്രത്യേകമായിട്ട് നമുക്ക് വേണ്ടി ഒരു ദണ്ഡവിമോചനം, കാലികമായുള്ള ശിക്ഷയിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടി നമുക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ഒരുക്കിയിരിക്കുന്നതാണ് ഈ ദണ്ഡവിമോചനം. അപ്പോൾ ഈ ദണ്ഡവിമോചനത്തിൻ്റെ പ്രാർത്ഥനകളൊക്കെ ചൊല്ലിക്കൊണ്ട് നമ്മൾ കുമ്പസാരിച്ചുകൊണ്ട് ഈ പ്രാർത്ഥന ചെയ്ത് പരിശുദ്ധ പിതാവിൻ്റെ നിയോഗത്തിന് വേണ്ടി അർപ്പിക്കുമ്പോഴേക്കും ഇത് നമുക്ക് ജീവിതത്തിൽ സാധ്യമാകും എന്നുള്ളത് കത്തോലിക്ക വിശ്വാസമാണ്. ഒക്ടോബർ 24 വരെയാണ് പൂർണ്ണ ദണ്ഡവിമോചനം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഏതായാലും ഗൾഫ് നാടുകളിലെ വിശ്വാസികൾ ഏറെ ആഹ്ലാദത്തോടെയാണ് ഈ വിശുദ്ധ ദിനങ്ങളെ സമീപിച്ചു കൊണ്ടിരിക്കുന്നത്.